എത്രയും പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാരെ, അവധിയുടെ രസം നുണഞ്ഞ് ആനന്ദ നൃത്തത്തിലായിരിക്കും നിങ്ങളെന്ന് ഗോപിച്ചേട്ടൻ അറിയാം. ചിലരുടെയൊക്കെ പരീക്ഷാഫലം വന്നു, പുതിയ ക്ലാസ്സുകളും തുടങ്ങി. മിക്കവരും ഫലം പ്രതീക്ഷിച്ചിരിക്കുന്നു. കുറേ കൂട്ടുകാർ പുതിയ വിദ്യാലയത്തിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലുമാണ്. മെയ് മാസം അങ്ങനെയെല്ലാമാണ്. വെയിലും മഴയും സന്തോഷവും സങ്കടവുമൊക്കെ ഇടകലർന്നുള്ള ഒരനുഭവക്കാലം. ഈ വർഷത്തെ മെയ് മാസ കലണ്ടർ നിങ്ങൾ നോക്കിയോ? കലണ്ടർ ഒരു പാഠപുസ്തകം കൂടിയാണ് കേട്ടോ. ഒരുപാട് അറിവും രസവുമൊക്കെ നിറച്ചു വച്ചിരിക്കുന്ന അത്ഭുതപ്പെട്ടിയാണ് കലണ്ടർ. അതിലെ വിശേഷ ദിവസങ്ങളിൽ വരുന്ന മഹാന്മാരുടെ ജന്മദിനങ്ങളും മറ്റും പ്രത്യേകം എഴുതി വച്ചു പഠിക്കണം. ഭാരതീയർക്ക് വളരെ വിശേഷപ്പെട്ട വൈശാഖമാസമാണിത്. ഭഗവാൻ ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ട വൈശാഖ പൗർണമിയെപ്പറ്റി മുമ്പൊരിക്കൽ ഗോപിച്ചേട്ടൻ പറഞ്ഞിരുന്നു. വൈശാഖമാസം ആരംഭിക്കുന്നത് എന്നാണെന്ന് കലണ്ടർ നോക്കി മനസ്സിലാക്കുമല്ലോ. കുട്ടികളുടെ മഹാകവി കുഞ്ഞുണ്ണി മാസ്റ്റർ ജനിച്ചത് 1927 മെയ് 10 ഭാരതത്തിൻ്റെ ദേശീയ ഗാനം എഴുതിയ ഋഷിതുല്യനായ രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചത് 1861 മെയ് 7 കേരളത്തെ ലോകപ്രശസ്തമാക്കിയ ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികൾ ജനിച്ച മേടത്തിലെ തിരുവാതിര ഇക്കൊല്ലം മെയ് 12 ലോക തത്വചിന്താ ദിവസമായിട്ടാണ് ഈ ദിനം ഇപ്പോൾ ആചരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? 8-ാം നൂറ്റാണ്ടിൽ ആലുവയ്ക്കടുത്തുള്ള കാലടി ഗ്രാമത്തിൽ ജനിച്ച ശങ്കരൻ വെറും 32 വർഷത്തെ ജീവിതം കൊണ്ട് ലോകം കീഴടക്കിയ കഥ നിങ്ങൾ വായിക്കണം. ആയുധം കൊണ്ടല്ല, അറിവ് കൊണ്ടാണ് ശ്രീശങ്കരൻ ലോകം കീഴടക്കിയത്. 12ാമത്തെ വയസ്സിൽ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചു തീർത്തു. അടുത്ത 4 വർഷം കൊണ്ട് മഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ചു. അദ്വൈതം എന്ന ആശയം ഒരു ദർശനമായി അവതരിപ്പിച്ചു. ഭാരതം മുഴുവൻ കാൽനടയായി സഞ്ചരിച്ച് ആശയപ്രചാരണം നടത്തി. ഭാരതത്തിൻ്റെ 4 ദിശാസ്ഥാനങ്ങളിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചു. അറിവിൻ്റെ പരമോന്നത സ്ഥാനം എന്ന നിലയിൽ സർവജ്ഞപീഠം കയറി ജഗദ്ഗുരുവായി. ഭൗതികശാസ്ത്രത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീന് തുല്യനാണ് അധ്യാത്മശാസ്ത്രത്തിൽ ശങ്കരാചാര്യർ. ആ യുഗാചാര്യൻ്റെ ജന്മദിനം തത്വചിന്താ ദിനമായി പരിഗണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ശങ്കരാചാര്യർ രചിച്ച ഭജഗോവിന്ദം എന്ന കൃതിയെക്കുറിച്ചാണ് ഗോപിച്ചേട്ടൻ ഇനി പറയാൻ പോകുന്നത്. ശങ്കരാചാര്യരും ശിഷ്യന്മാരും കൂടി കാശിയിലെ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. അവിടെ ഒരു യുവാവ് സംസ്കൃത ഭാഷയുടെ വ്യാകരണ നിയമങ്ങൾ പഠിച്ചു ചൊല്ലുന്നത് കേൾക്കാം. അതെല്ലാം മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം ആ യുവാവിനുണ്ട്. വാസ്തവത്തിൽ അയാൾക്കതെല്ലാം ഓർത്തു ചൊല്ലാൻ അറിയാമെന്നേ ഉള്ളൂ. ആ ചെറിയ അറിവ് അയാളെ അഹങ്കാരിയാക്കിയിട്ടുമുണ്ട്. ആചാര്യനും ശിഷ്യന്മാർക്കും അത് മനസ്സിലാവുകയും ചെയ്തു. ഒന്നും മിണ്ടാതെ അവർ യാത്ര തുടർന്നു. ശങ്കരാചാര്യർ അപ്പോൾ ആ സംഭവത്തെ മുൻനിർത്തി 12 ശ്ലോകങ്ങൾ നിർമ്മിച്ച് ശിഷ്യന്മാർക്ക് ചൊല്ലിക്കേൾപ്പിച്ചു. ശരിയായ അറിവ് എന്താണെന്ന തിരിച്ചറിവ് ആ ശ്ലോകങ്ങളിലുണ്ട്. ഗുരുവിനെ പോലെ പ്രതിഭകളായിരുന്ന 14 ശിഷ്യന്മാരും ഓരോ ശ്ലോകം കൂട്ടിച്ചേർത്തു. അങ്ങനെ രൂപപ്പെട്ട കൃതിയാണ് ഭജഗോവിന്ദം. ഏറ്റവും വലിയ അറിവ് ഈശ്വരനെ അറിയലാണ്. ആ അറിവ് നേടിയാൽ മാത്രമേ ജന്മം സഫലമാവൂ. മറ്റെല്ലാ അറിവുകളും വയറിനു വേണ്ടിയുള്ള വേഷം കെട്ടലാണ്. ഗ്രാമറല്ല, ഗോവിന്ദനാണ് പ്രധാനം എന്ന ഉപദേശം നൽകുന്ന മനോഹരമായ ജ്ഞാനകാവ്യമാണ് ഭജഗോവിന്ദം. മനുഷ്യൻ മറ്റ് ജീവികളെപ്പോലെയല്ല എന്ന് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? മറ്റെല്ലാവർക്കും വയറും തലയും ഒരേ നിരപ്പിലാണ്. മനുഷ്യനു മാത്രം വയറിനേക്കാൾ എത്രയോ മുകളിലാണ് തല. വയർ ഏറ്റവും താഴെ, ഹൃദയം അതിനു മുകളിൽ, ശിരസ് ഏറ്റവും മുകളിൽ. അതുകൊണ്ട് ശിരസിനെ ഉത്തമാംഗമെന്ന് പറയും. അപ്പോൾ മനുഷ്യൻ ഭക്ഷണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നയാളല്ല. സന്തോഷത്തിനു വേണ്ടി മാത്രവുമല്ല മനുഷ്യൻ മനുഷ്യനാവുന്നത് തലച്ചോറുകൊണ്ടാണ്. അറിവാണ് മനുഷ്യനെ ദേവനാക്കുന്നത്. ഈ ധാരണ എപ്പോഴും ഉള്ളിൽ വേണം. അതുകൊണ്ട് അറിവ് നേടുക, അറിവിൽ ആനന്ദിക്കുക,
അറിവ് പ്രചരിപ്പിക്കുക. ടാഗോറിൻ്റെ ഒരു കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എവിടെ നിർഭയമാകുന്നു മാനസം, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം, എവിടെ വിജ്ഞാനം പൂർണ്ണസ്വതന്ത്രമായി അവികലമായി വിരാജിപ്പു നിത്യവും, മുക്തി തൻ്റെയാ സ്വർഗരാജ്യത്തിലേക്കെൻ്റെ നാടൊന്നുണരണേ ദൈവമേ. പതറാത്ത മനസ്സും കുനിയാത്ത ശിരസ്സും അളവില്ലാത്ത അറിവുമാണ് ഭാരതത്തിൻ്റെ അടയാളങ്ങൾ. നമുക്കും ശങ്കരാചാര്യരെ പോലെ അറിവിൻ്റെ ആ വഴിയിലൂടെ സ്വതന്ത്രരായി സഞ്ചരിക്കാം. എല്ലാ കൂട്ടുകാർക്കും സഫലമായ ഒരു പുതിയ പഠനവർഷം നേരുന്നു. സ്നേഹപൂർവം, സ്വന്തം ഗോപിച്ചേട്ടൻ. നല്ലൊരു നാടിൻ കഥ കേൾക്കാം.